എന്തെങ്കിലും നിയമം ഉണ്ടാവാം. അതെന്താ സൂതര 250. ഇത് മൊത്തം ഗ്രാമമാണ്. ഫുള്ള് ചെറിയ ചെറിയ വീട്. പക്ഷെ എല്ലാം നല്ല അത്യാവശ്യം വെച്ചപ്പോഴുള്ള വീടാട്ടോ. അതിന്റെ ലുക്കൊക്കെ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ലേക്ക് ഉണ്ടേ. ലക്ഷ്യോട്ട് നോക്കിയാൽ താമരാണ്. താമര പറിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ചെയറായിരിക്കും, പറയാൻ പറ്റില്ല. സോ ഹായ് ഗൈസ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടം വരെയുള്ള വീഡിയോസും റൂട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഒരു ഗഗൻ ദേവിടെ, സോ ക്യാമറമാൻ മിഥിലേഷ്. സോ ഞങ്ങൾ 3 പേരോടാണ് ഇന്നത്തെ പ്ലാൻ ചെയ്തത്. സോ നമ്മൾ നീര് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. സെയിം സ്പോട്ട്. ആളെ ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു. സമയം ഓൾറെഡി ഇപ്പം 2:30 ആയിട്ടുണ്ട്. സോ വരുമ്പോൾ കുപ്പിയായിട്ട് വന്നാൽ വളരെ എളുപ്പമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കുപ്പി കിട്ടുന്നതാണ്. സോ അപ്പം അവിടുത്തെ വീഡിയോസ് നമുക്ക് കാണാം. ഒരു ഹോം സ്റ്റേ ശിശിരം. വേളൂർ ബേർഡ് സാങ്ച്വറി ടെമ്പിളിന്റെ അടുത്ത്. 19 കിലോമീറ്റർ അല്ലേ? നല്ല രസമല്ലേ? ഇത്രയും കുളിക്കാനൊക്കെ പറ്റും അവിടെ. ആക്ച്വലി നമ്മളൊന്ന് ഇന്ന് പെട്ടുപോയി. വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എടുക്കാൻ പറ്റില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, നന്ദകിഷോർ ആളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. സോ അത് കാരണം എല്ലാം മൂടിക്കെട്ടിട്ടേക്കുക. അങ്ങോട്ട് നമുക്ക് പോകാനും പറ്റിയില്ല. സോ വീണ്ടും അടുത്ത വീഡിയോ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് തരാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഏതാണെന്നുള്ളത്. പക്ഷെ എനിവേ ഇത്തവണത്തെ വീഡിയോ ഇതോടെ ഞാൻ ക്ലോസ് ചെയ്യാം. മറ്റേ പഴയ വീഡിയോയുടെ കൂടെ ഇത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ടേക്കാം. ഓക്കെ. കഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യ ഒന്ന് കാണട്ടെ. മോളെ